വനിതാ ഗുസ്തി താരങ്ങളുടെ ലൈംഗിക പീഡന പരാതിയിൽ ഒരു പ്രതിയായിരുന്നു നമ്മളുടെ ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും അതുപോലെ മുൻ പിയുമായിരുന്ന ബ്രിജ് ഭൂഷൺ വ്യക്തി. അദ്ദേഹത്തിനെതിരെ പോസ്കോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വന്നിരിക്കുന്ന ന്യൂസാണ് അദ്ദേഹം കുറ്റവിമുക്തനായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുമുള്ളൂ നമ്മുടെ നീതിയും ന്യായവുമെല്ലാം. ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പറയുന്ന കുറേ എനിക്ക് മുന്നേ ഇത് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്. വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു വിധി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കരുത് എന്നുള്ള രീതിയിൽ. അതായത് ആ സമരം ഒന്ന് നോക്കാം, എത്ര ദിവസങ്ങൾ നീണ്ടു അല്ലേ? വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ളവർ എത്ര ദിവസങ്ങളാണ് ഗുസ്തിയിലൊക്കെ ഒരു വലിയ താരമാണ്. അവര് വരെ മുന്നിട്ട് നിർത്തിയായിരുന്നു സമരം ഉണ്ടായിരുന്നത്. അത് വെറുതെ അവർക്കുള്ള ചെലവ് കിട്ടിയില്ല, അവരെ പരിഗണിച്ചില്ല, ആ ഒരു പരാതി അല്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ എന്താ ഉന്നയിച്ചിരുന്നത്? ഈ ബ്രിജ് ഭൂഷണ് നേരെ ആണ് അവർ സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ആളുടെ ഭാഗത്തുനിന്ന് ഒരു ലൈംഗിക ആരോപണ കേസ് എന്നുള്ള നിലയ്ക്കാണ്. അതിൽ കൃത്യമായി അന്വേഷണം വേണം എന്നുള്ള രീതിയിലാണ് അന്ന് ഈ സമരവുമായി മുന്നോട്ട് പോയവർ സംസാരിച്ചിരുന്നത്. എന്നാൽ ആ സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഇന്നത്തെ പോലെ തന്നെയും അന്നും ഗവൺമെന്റ് ചെയ്തിരുന്നു. എങ്കിലും അവരുടെ നിശ്ചയദാർഢ്യത്തിന്റെ മേലുള്ള സമരവുമായി അവർ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ബ്രിജ് ഭൂഷൺ ഒന്ന് പരിശോധിക്കാം. പറഞ്ഞതുപോലെ MP ആയിരുന്നു, പോക്സോ കേസ് പ്രതിയായിരുന്നു. അതിലെ പെൺകുട്ടി പിന്നീട് മൊഴി മാറ്റി പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുക, ആ കേസ് അവസാനിപ്പിച്ചത്. അവിടെ ഞാൻ ആലോചിക്കുന്നത്, ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് സ്വന്തം ഇതിന്റെ പേരിലാണോ? ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ആ കുടുംബത്തിനും പെൺകുട്ടിക്കും നേരെ ഉണ്ടായത് കൊണ്ടായിരിക്കാം. കാരണം ഇങ്ങനൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ മറിച്ച് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നുള്ളതാണ്. ഇപ്പോൾ 2023 നടക്കുന്ന ഒരു കേസാണ്. ഈ കേസിൽ അവസാനം വിധി ഡൽഹി ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഇതിൽ കുറ്റവിമുക്തനാണ് ഈ പറയുന്ന തെറ്റും ചെയ്തിട്ടില്ല. അതിൽ അന്വേഷണത്തിനൊന്നും കാര്യമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല, അല്ലെങ്കിൽ അത്ര നിസാരവൽക്കരിച്ചിട്ടുകൊണ്ടാണ് ഈ കേസ് അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ കുറ്റവിമുക്തനാക്കി ഇന്നൊരു വിധി വന്നിരിക്കുന്നത്. ബ്രിജ് ഭൂഷണെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന, തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വിധിയായിട്ടാണ് മാലയിട്ടൊക്കെയായിരുന്നു നേതാക്കൾ സ്വീകരിച്ചത്. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ വലിയൊരു താരപരിവേഷം കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ആ സ്ത്രീകളാണ്. വിനേഷ് ഫോഗട്ട് ഉൾപ്പെടെയുള്ള, നമ്മൾ നോക്കുകയാണെങ്കിൽ വിനേഷ് ഫോഗട്ട് ഉണ്ട്, സാക്ഷി മാലിക് ഉണ്ട്, ബജ്രംഗ് പുനിയ ഉണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. ഡൽഹി പോലീസ് 2 FIR ഉൾപ്പെടെയൊക്കെ ഇതിന്റെ പേരിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. FIR എന്നും കാര്യമായിട്ടൊന്നും കാര്യങ്ങളൊന്നും കൊള്ളിച്ചില്ല, അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്ന് പറയേണ്ടി വരും. അതുപോലെ നമ്മളീ പറഞ്ഞ ഈ ഗുസ്തി താരങ്ങൾ, അവരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? ഇത്തരത്തിൽ ഒരു കുറ്റവിമുക്തനാക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു ഹൈക്കോടതി വിധി പറയുകയാണെങ്കിൽ അവിടെ ആരാണ് കുറ്റം ചെയ്തിട്ടുള്ളത്? ഗുസ്തി എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ അഭിമാന താരങ്ങളായി ഈ മേഖലയിൽ ശോഭിച്ചിട്ടുള്ള ഈ സ്ത്രീകളാണ്. അതേപോലെ മറ്റൊരു കാര്യമാണ്, ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഗുസ്തി എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അഭിമാനം കൊണ്ടുതന്ന വ്യക്തികളാണ്. വിനേഷ് ഫോഗട്ടായാലും സാക്ഷി മാലിക്കും ഒക്കെ ആണെങ്കിലും അവരുടെ കരിയറിൽ ഒരു പ്രശ്നമുണ്ടാകുമെന്ന് അവർക്കറിയായിരുന്നു. അത് ഉറപ്പുണ്ടായിട്ട് പോലും അവർക്കെതിരെ നടന്ന അനീതിക്കെതിരെ അവർ പോരാടി. അവരതിനു വേണ്ടി സംസാരിച്ചു, അതിനെതിരെ പോരാടി. അവർക്ക് മാത്രമല്ല, അവരുടെ ആ ഗുസ്തി അവിടെ ഉള്ളവർക്കും മൊത്തവർക്കും ഈ ഫെഡറേഷനിലുള്ള ഈ സെക്രട്ടറി സ്ഥാനം ദുരുപയോഗം ചെയ്ത് അങ്ങേര് മാക്സിമം ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ അവർ പ്രതികരിച്ചു. നമ്മൾ ഈ ഇടയ്ക്ക് ന്യൂസ് കണ്ടാണ്, വിനേഷ് ഫോഗട്ടിന് ഗുസ്തിക്ക് ഇറങ്ങാനുള്ള അവസരം നൽകാതെ കുറേ അവസാനം സുപ്രീം കോടതിയിൽ വരെ എത്തി. അവസാനം കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. ഇതേപോലെ ഇനിയും കാണും ചിലപ്പോൾ ഒരുപാട് പേര് തൻ്റെ കരിയർ പോകരുത്, തങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത് പോകരുതെന്ന് പറഞ്ഞ് മിണ്ടാതെ നിൽക്കുന്ന ഒരുപാട് പേരും കാണും. ഇപ്പോൾ മുമ്പേ പോസ്കോ കേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ കുട്ടി മാറിയില്ലേ, അതും ഇതുപോലെ എന്തെങ്കിലും തൻ്റെ കരിയറോ അല്ലെങ്കിൽ തൻ്റെ എന്തെങ്കിലും ഭയന്നായിരിക്കും. ഇപ്പം മുൻ NP ആയിരുന്നു, രാഷ്ട്രീയ നേതാവ്, ഈ ഫെഡറേഷൻ്റെ സെക്രട്ടറി മാത്രമല്ല, അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും കൂടിയാണ്. അപ്പോൾ ആ ഒരു ഭയവും ഇതും കാരണമാണ് ഇപ്പം ഈ കേസ് ഒരു തെളിവുമില്ല എന്ന് പറയുന്നത്. ഒരു തെളിവില്ല എന്ന് പറഞ്ഞു. അപ്പം തങ്ങൾക്ക് നേരിട്ടതിന് ഇവിടെ ഒരു വിലയുമില്ല. വിനേഷ് ഫോഗട്ട് ഇത്രയും അനുഭവിച്ചു, അല്ലെങ്കിൽ മറ്റ് ഗുസ്തി താരങ്ങൾ അനുഭവിച്ചതിന് അവിടെ ഒരു വിലയില്ലാതായിരിക്കുകയാണ് മൊത്തത്തിൽ. അത് ഈ പറയുന്ന രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നു എന്നുള്ളത്
മാതൃകാപരമായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കും. ഇപ്പം സ്പോർട്സിലൊന്നും അധികം താല്പര്യമില്ലാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ഇതിലൊന്നും പോയിട്ട് കാര്യമില്ല എന്നുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത്. നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ എത്ര മിടുക്കരായിട്ടുള്ള വനിതാ താരങ്ങളുണ്ട്, എല്ലാ മേഖലകളിലും ഉണ്ട്. ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പോൾ ആകെയുള്ള ഒരു സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഇത് 2023 ഈ സംഭവം നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഇതിന് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വിധി വരുന്ന സമയത്ത് പോലും ഈ സമയത്ത് പോലും എത്ര സ്ത്രീകൾ ഇതിന് അതിക്രമത്തിന് ഇരയായിട്ടുണ്ടാവും എന്നുള്ളത് ചോദ്യചിഹ്നമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനിയിപ്പോ സമൂഹത്തിന്റെ മുമ്പിൽ ആകെ കുറ്റക്കാര് ആ വിനേഷ് ഫോഗട്ട് അല്ലെങ്കിൽ ആ പരാതി നൽകിയ സ്ത്രീകളായിരിക്കും. അപ്പം ഇനിയിപ്പം ബ്രിജ് ഭൂഷണ തലയുയർത്തി നടക്കാൻ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോൾ ഇനി ഇവര് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകുമായിരിക്കും. അവിടെയും എന്തായിരിക്കും ഇതൊക്കെ തന്നെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് എന്തെങ്കിലും നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. നമ്മുടെ സിസ്റ്റം മൊത്തത്തിലൊരു ഒന്ന് പണിഞ്ഞാലേ, ഒന്നുകൂടെ ഒന്ന് പുതുക്കി പണിഞ്ഞാലേ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. സ്ത്രീകൾ നേരിടുന്ന ശിക്ഷയ്ക്ക് അത് ഇപ്പോൾ ഒരു MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, രാജ്യത്തിന്റെ ഏത് ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ചെയ്യുന്നത് തെറ്റ് തന്നെയാണെങ്കിൽ ആ തെറ്റ് അതിനെ അർഹിച്ച ശിക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് സംവിധാനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൽ MP ആയതുകൊണ്ട് കേസില്ല, കുറ്റവിമുക്തനാക്കുന്നു. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ തെളിവൊക്കെ എങ്ങനെയെങ്കിലും തെളിവുണ്ടായേനെ, അവിടെ കണ്ടെത്തി കൊണ്ടുവന്നേനെ. ഇതൊരു MP ആയിരിക്കെ ആളെ ഒന്ന് വെള്ളപൂശാനുള്ള എല്ലാ ശ്രമങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഈ സ്ത്രീകൾ നേരിട്ട അതിക്രമം എത്ര പെട്ടെന്നാണ് ഇല്ലാതെയായത്. ഇങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇതില് വിനേഷ് ഫോഗട്ടിനെ നമുക്ക് മാറ്റി നിർത്താം, ഇവരെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അതിക്രമത്തെ സംസാരിക്കാൻ ഒരു സ്ത്രീ മുന്നോട്ട് വന്നാലുള്ള പ്രതികരണം എന്താണ്? അത് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ആ രീതിയിലേക്ക് സംവിധാനത്തെ ഭയമില്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ ഈ പറയുന്ന MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, തൻ്റെ സ്ഥാനം മിസ്യൂസ് ചെയ്തുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവും. അതുപോലെ ഭരണ സംവിധാനം തനിക്കൊപ്പം നിൽക്കും. എത്ര കുറ്റക്കാരനാണെങ്കിലും തന്നെ സംരക്ഷിക്കുന്ന എല്ലാ ആ രീതിയിലേക്ക് നിയമം തന്നിലേക്ക് മാറും എന്നുള്ള ചിന്തയിലേക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു വരുന്നത്. എന്താണെങ്കിലും ഇനി ഈ സമരവുമായി തന്നെ സ്ത്രീകൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിനേഷ് ഫോഗട്ടൊക്കെ തന്നെയും പറയുന്ന അപ്പീൽ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായി പോരാടുക തന്നെ വേണം. അവസാനം വരെ എവിടം വരെ പോകാൻ പറ്റുമോ അവിടം വരെ പോവുക, അത്രേ പറയാനുള്ളൂ. കാരണം അവർ നേരിട്ടതിന് തെളിവില്ല എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അതിന് കാര്യമാത്ര പ്രസക്തിയില്ല എന്ന രീതിയിലാണ് വിധി വന്നിരിക്കുന്നത്. തനിക്ക് നേരിട്ട അപമാനത്തിനെ ചോദ്യം ചെയ്യുക, ഒന്നും കൂടെ ആവർത്തിച്ച് ചോദ്യം ചെയ്ത് ഈ ബ്രിജ് ഭൂഷൺ കുറ്റക്കാരനാണ് എന്ന് വിധിക്കും വരെ പോരാടുക തന്നെയാണ് സ്ത്രീകൾ ചെയ്യേണ്ടത്. പക്ഷേ ഈ പറയുന്ന സിസ്റ്റം എത്രത്തോളം ഇതിൽ നീതി പുലർത്തുമെന്നുള്ളത് സംശയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പൊതുസമൂഹം ഇവരുടെ കൂടെ തന്നെ എന്നും നിലകൊള്ളും.